നത്തിങ് ഫോൺ 2A പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 2A പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഏകദേശം 91.65% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. പിന്നെ 2260 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു ഫോണിലും ഏകദേശം ഇതേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നത്തിങ് ഫോൺ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഇല്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലിഫ് ഇന്റർഫേസ് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിന്റെ ബാക്കിൽ കുറച്ച് LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഈ ഒരു LED ലൈറ്റ് കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ കോളൊക്കെ വരുമ്പോൾ ഈ ഒരു LED ലൈറ്റ് കത്തും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഈ ഒരു ഫോണിന്റെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും അതുപോലെ തന്നെ ഗ്രേ കളർ വേരിയന്റും ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7350 Pro എന്നുള്ള പ്രോസസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം പഴയ നത്തിങ് ഫോൺ 2A മീഡിയാടെക് ഡിമെൻസിറ്റി 7200 Pro എന്നുള്ള പ്രോസസറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോൾ CPU കാര്യത്തിൽ 10% ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും GPUയുടെ കാര്യത്തിൽ ഒരു 20% ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ആ ഒരു കാര്യത്തിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഇവർ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ആണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 8300 അൾട്ര എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് പ്രോസസ്സർ അല്ല, എന്നാലും തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് വരുന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഈ ഫോണിൽ വരുന്നില്ല. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC-യുടെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. ആൻഡ്രോയിഡ് 14 ബേസിലുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ChatGPTയുടെ ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ ChatGPTയുടെ ഇന്റഗ്രേഷൻ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN9 സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.57 ഇഞ്ചാണ്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇത് സാംസങ് JN1 സെൻസറാണ്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 114 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സാംസങ് JN1 ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നത്തിങ് ഫോൺ 2A ഇതുപോലുള്ളൊരു ബാക്ക് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിലോട്ട് വരുമ്പോൾ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അതും ഒരു അപ്ഗ്രേഡ് ആണ് എന്ന് പറയാവുന്നതാണ് ഓൺ പേപ്പർ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്.
50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. ഇപ്പൊ നത്തിങ് ഫോൺ 2 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇത് ചെറിയൊരു ചേഞ്ച് ആണ് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വലിയൊരു ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല, അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അത് ഫോണിന്റെ ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. അതുപോലെ തന്നെ 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫേഴ്സ് കഴിഞ്ഞിട്ട് 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 7 മുതലാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ട് തുടങ്ങുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത പ്രോസസ്സറും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നത്തിങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനൊരു ഫോണിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നത്തിങ് ഫോൺ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് എന്ന് പറയാനൊന്നുമില്ല. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ സെൽഫി ക്യാമറയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ് വരുന്നില്ല. പ്രോസസ്സറിന്റെ കാര്യത്തിലും ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് അല്ല, ചെറിയൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയ അപ്ഗ്രേഡ്സ് ഒന്നും വരുന്നില്ല, ചെറിയ അപ്ഗ്രേഡ്സേ വരുത്തിയിട്ടുള്ളൂ. വിലയും കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നത്തിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ കുറച്ച് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്ന് പറയാവുന്നതാണ്. ഭയങ്കരം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നത്തിങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും നത്തിങ് ഫോൺ 2A പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.